ഹലോ, മാല ഞാൻ എത്തിച്ചേരാ, പക്ഷെ പറഞ്ഞ എമൗണ്ടിൽ മാറ്റം വരരുത്. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. ഇനി ദിയ മോളെ ഞാൻ സൈക്കിളോട്ടാൻ പഠിപ്പിക്കും. ഇനി മാമൻ്റെ കൂടെ കൊച്ചേരം കളിച്ചോ. ഓക്കെ, ഞാൻ എന്തായാലും വിളിക്കാം. ഞാൻ ഇപ്പോൾ ഫാമിലി ആയിട്ടൊന്ന് ഇറങ്ങിയില്ല. ഓക്കെ, ശരി. എടാ ദിയമോളോട് പോയി. അവളെ ചിത്തുൻ്റെ ഒപ്പം ഉണ്ടല്ലോ. എടാ മോള് ഒറ്റയ്ക്കുള്ളല്ലോ. പോയോ അവൻ? ദിയമോളെ, ജിത്തു മാമനോട് പോയി. എവിടെ? മതിയോ? നാളെ കളിക്കാനി. എന്തുപറ്റി? മാല കാണാനില്ല. നീ ശരിക്കും നോക്കിയത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അരുണേട്ടാ, എനിക്ക് എന്തോ ഒരു സംശയം. എന്തുപറ്റി? ജിത്ത് നേരത്തെ മോളെയും കൊണ്ട് സൈക്കിൾ ഓട്ടിക്കാൻ പോയിണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ എങ്ങാനും നീ എന്തേലും പറയുന്നത്? അവൻ എന്നൊന്നല്ലേ കാണാൻ തുടങ്ങി നമ്മള്. അവൻ നേരത്തെ മാലയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എന്നാലും അവൻ ഇത് എടുക്കുമെന്ന് എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അരുണേട്ടാ, ജിത്തു എന്റെ മോള് മാലെടുക്കാൻ എനിക്ക് എങ്ങനെയാ മനസ്സ് വന്നേ? ക്യാഷിനുള്ള ആവശ്യം എന്നോട് ചോദിച്ചാൽ പോരെ? കള്ള. ഇതാണ് നീ പറഞ്ഞ കളത്തരാ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാട്ടിൽ പോയത് ഓർക്കണ്ട ഒരുമിച്ച്. അന്ന് നമ്മ ഒരു മാളി കയറിണ്ടായിരുന്നു. അന്ന് ദിയ മോളെ എന്നോട് ഒരു ലോക്കറ്റ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അതേപോലെ പറഞ്ഞ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ, നിങ്ങളെ കൊണ്ടുവന്നേ. നിങ്ങളുടെ പെൻഡന്റ് ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ കയ്യിൽ കൂടെ ചെയിൻ ഉണ്ടല്ലോ, പെൻഡന്റ് കോക്കാണല്ലോ, ആ ചെയിൻ കൊണ്ടുവന്നാല് നമുക്ക് അതിൽ സെറ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കായിരുന്നു. മാല ഞാൻ എത്തിച്ചേരാ, പക്ഷെ പറഞ്ഞ എമൗണ്ടിൽ മാറ്റം വരരുത്. അതൊന്നുമില്ല, അത് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. അതിനോട് വന്നോളൂ, ഷോപ്പിൽ വന്നോളൂ. അപ്പൊ മോൾക്ക് നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ഞാൻ കൊണ്ടുപോയതാ. നീ ചീത്ത പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമില്ലടാ. പക്ഷെ നീ കള്ളാന്ന് വിളിച്ചില്ലേ, ഇവിടെ എന്തൊരു വേദന പോലെ. സോറിടാ.